ഹലോ, വെൽക്കം ടു യങ് ഷെഫ് ലൈഫ്. നോക്കി നല്ല പഴുത്ത് ഗുണ്ടുമണി ജാമ്പയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ജാമ്പയ്ക്ക വെച്ച് ഞാനിന്ന് അച്ചാറിടാൻ പോവാണ് ഗൈസ്. എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് നോക്കാം. ആദ്യം തന്നെ നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലോട്ട് കടുവിട്ടു. കടുവ് പൊട്ടി വരുമ്പോഴത്തേക്കും നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് കറിവേപ്പില കുട്ടീനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നല്ല മൂത്തൊരു മണമൊക്കെ വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മുളക് പൊടി ചേർത്തു, അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം ഉലുവാപ്പൊടി കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഈ അച്ചാറിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മസാലക്കൂട്ട് ഒരു ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇതിലോട്ട് ഒരല്പം കൂടെ എണ്ണ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ആയതിനു ശേഷം മാത്രം നമ്മുടെ കുണ്ടുമണി ജാമ്പയ്ക്ക നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാവരും കൂടി ഈ മസാലയിലോട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ജാമ്പയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ബൈ.